സാമൂഹിക വിരുദ്ധരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് എറണാകുളത്തെ മട്ടാഞ്ചേരി ഗവൺമെന്റ് GHSS സ്കൂൾ. ലഹരി ഉപയോഗത്തിനും മദ്യപാനത്തിനുമായി സ്കൂളിൽ അതിക്രമിച്ചു കയറുന്ന സംഘം സ്കൂളുകളിലെ പഠനോപകരണങ്ങളും ഭക്ഷണം പാകം ചെയ്യുന്ന പാത്രങ്ങളും വരെ നശിപ്പിക്കുന്നത് പതിവാണ്. പോലീസിൽ പരാതി നൽകിയിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് സ്കൂൾ അധികൃതരുടെ ആരോപണം. എത്തുമ്പോൾ കാണുന്നത് അടുക്കളയുടെ മുമ്പിൽ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന നല്ല കനമുള്ള പാത്രങ്ങളെല്ലാം പുറത്തിരിക്കുന്നു. ഞങ്ങൾക്ക് ആകെ സംശയിച്ച് നമ്മളുടെ പാത്രം തന്നെയാണോ പെട്ടെന്ന് കാണുമ്പോൾ ഇങ്ങനെ വാതിലടഞ്ഞ് കിടക്കുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മുളച്ചേച്ചി, അതായത് ഞങ്ങളുടെ കുക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ പാത്രം തന്നെയാണ്. മുളച്ചേച്ചി അത് വലിയൊരു കുക്കറിലാണ് നമ്മളുടെ പൊടികളൊക്കെ അടച്ചിട്ടിരുന്നത്, പൊടികളെല്ലാം പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ വാതിൽ താക്കോലിട്ട് തുറന്നിട്ടുമില്ല, പക്ഷേ ഇവർ അകത്ത് കയറി അതൊക്കെ എടുക്കുകയും ചെയ്തു. സ്കൂൾ കോമ്പൗണ്ടിനോട് ചേർന്നുള്ള മരത്തിലൂടെ കയറിയാണ് ലഹരി സംഘം സ്കൂളിൽ കയറുന്നത്. സ്കൂൾ പരിസരത്തിരുന്ന് മദ്യപിക്കും. സ്കൂളിലെ കുടിവെള്ള ടാങ്കിൽ കയറി കുളിക്കും. ജനൽ ചില്ലുകളും നോട്ടീസ് ബോർഡും അടിച്ചു പൊട്ടിക്കും. ശുചിമുറികൾ വൃത്തികേടാക്കും. CCTV ക്യാമറകളും നശിപ്പിക്കും. ലഹരി സംഘത്തിന്റെ ശല്യം കാരണം സ്കൂളിന്റെ പ്രവർത്തനം തന്നെ താറുമാറായി. ഈ വാർത്താ ബോർഡും യൂൺമീലിൻ്റെ ബോർഡൊക്കെ എഴുതി വെക്കണ ബോർഡൊക്കെ ഇവിടെ തകർന്ന് തയ്പ്പണായി കിടക്കണം. എന്നെ കണ്ടതോടുകൂടി 2 പിള്ളേർ ഇവിടുന്ന് ഓടി. ബുധനാഴ്ച വൈകിട്ട് സ്കൂളിൽ കയറിയ സംഘം പാചകപ്പുരയിൽ കയറി പാത്രങ്ങൾ നശിപ്പിച്ചു. തൊട്ടടുത്ത ബിൽഡിംഗിൽ CCTVയിൽ ഇതിന്റെ ദൃശ്യങ്ങളും പതിഞ്ഞിട്ടുണ്ട്. ദൃശ്യങ്ങൾ സഹിതം പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് അധ്യാപികമാർ പറയുന്നു. ഈ സ്കൂളിന്റെ ഡോറുകളൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ്. അകത്തിരുന്നു പെട്ടെന്ന് ഈ ഹോളിൽ കൂടി ആരെങ്കിലും അകത്ത് കയറി വാതിലടച്ച് ഞങ്ങൾ എന്തെങ്കിലും ചെയ്താലും ഇവിടെ ആരും അറിയാൻ പോണില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ജീവന് തന്നെ ഒരു ഭീഷണി ഉള്ള സ്കൂളായിട്ടാണ് എനിക്കിത് മനസ്സിലായിരിക്കുന്നത്. 2 ദിവസം അവധി കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ മദ്യക്കുപ്പികളൊക്കെ കിടക്കണ കാണും. നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാണുമ്പോൾ. അപ്പോൾ കുട്ടികൾ തന്നെ എന്തെങ്കിലും വൈകിട്ട് സാധനങ്ങൾ മറന്നുപോയി തിരിച്ചെടുക്കാൻ വരുമ്പോഴത്തേക്കും അത് ഇപ്പോൾ ഇവർ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് പേടിയാവില്ല കുട്ടികൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാമൂഹിക വിരുദ്ധരുടെ ശല്യം കുറേ നാളായി. ഞാനിപ്പോൾ 5 വർഷം ഇവിടെ വന്നിട്ട് ഞാനിവിടെ കാണാറുണ്ട്. സ്ഥിരം ഇത് പരിപാടികളാണ്. ജനലിന്റെ ചില്ലുകളെല്ലാം അടിച്ചു തകർത്തതിനെ തുടർന്ന് ഇപ്പോൾ തകര ഷീറ്റ് കൊണ്ട് മറച്ചാണ് ക്ലാസുകൾ പ്രവർത്തിക്കുന്നത്. എത്രയും പെട്ടെന്ന് പ്രതികളെ പിടികൂടുകയും സ്കൂളിന് സുരക്ഷ ഒരുക്കുകയും വേണമെന്നാണ് അധ്യാപകരുടെ ആവശ്യം. ഈ പഠന പുസ്തകങ്ങളും പെൻസിലുകളും ഒക്കെ ഉപയോഗിച്ച് വളരേണ്ട കുട്ടികൾ സ്കൂളിലേക്ക് കയറി വരുമ്പോൾ മദ്യക്കുപ്പികളും ഗ്ലാസുകളും ലഹരി വസ്തുക്കളൊക്കെ കണ്ടു സ്കൂളിലേക്ക് കയറി വരേണ്ടി വരുന്നു എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പ് കൂടി ചിന്തിക്കേണ്ട കാര്യമാണ്. അതിനുള്ള ഇടപെടലുകൾ നടത്തേണ്ട കാര്യവും കൂടിയാണ്. ക്യാമറാമാൻ അഫ്സൽ രാജിനൊപ്പം സൈഫിൻ സാലിയാർ, ന്യൂസ് മലയാളം, കൊച്ചി.